നേതാവ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഉണ്ണി ഇപ്പോൾ ഈ അന്തരീക്ഷം മലിനമാക്കുന്ന വാർഡുകളിലെ ഫലം ഒന്ന് നോക്കിയാൽ കാണാം. അത് ആരെയായിരിക്കും ഉദ്ദേശിച്ചത്? LDF ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ചിലപ്പോൾ ആ പേര് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കടുത്ത പരാമർശമാണ്. തീർച്ചയായും എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളെന്ന് തന്നെയാണ് ആ പരാമർശത്തിൽ നിന്നും വ്യക്തമാക്കേണ്ട ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊന്നും ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ അപ്രതീക്ഷിതമായൊരു നേട്ടമുണ്ടാകുന്നു, വലിയ മുന്നേറ്റമുണ്ടാകുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഗുരുതരമായൊരു പരാമർശം അല്ലെങ്കിൽ ആ രീതിയിൽ ആഞ്ഞടിക്കുക തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നതെന്നാണ് പറയേണ്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ അത് NDA നഗരസഭ പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. തൃപ്പൂണിത്തുറ നഗരസഭ NDA ഭരിക്കും. NDA ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് വരുന്നുവെന്നതാണ് കാണേണ്ടത്. അവർക്ക് പാലക്കാടും പന്തളവും നഷ്ടപ്പെട്ടപ്പോൾ NDA തൃപ്പൂണിത്തുറ പിടിച്ചിരിക്കുന്നതെന്നതാണ് ഈ നിമിഷത്തിൽ പ്രധാനമായും പറയേണ്ടത്. ആ നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. രണ്ടിടത്താണ് NDAക്ക് ലീഡ് ഉള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇനിയിപ്പോൾ 90 വാർഡുകൾ അവിടെ എണ്ണിക്കഴിഞ്ഞു. 90 വാർഡുകൾ എണ്ണിക്കഴിയുമ്പോൾ 47ആയവർ BJP അവിടെ അതിൻ്റെ മുന്നേറ്റം വന്നിരിക്കുന്നത്. ചാക്ക ബൂത്തിൽ റീപോളിംഗ് അല്ലെങ്കിൽ റീകൗണ്ടിങ് എന്നുള്ളൊരു വാർത്ത എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നി. ചാക്ക ബൂത്തിൽ എന്നുള്ളതാണ് കാണുന്നത്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ 2020 പ്രസിഡന്റ് ഇപ്പോഴുള്ള പ്രസിഡന്റ് തോറ്റു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ 2020 പ്രസിഡന്റ് തോറ്റു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 48ലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 48ലേക്ക് NDA ലീഡ് ഉയർത്തിയിരിക്കുന്നു. 90 വാർഡുകൾ ഇനി എണ്ണാനുള്ളത് വെറും 11 വാർഡുകൾ. 11 വാർഡുകളിലെ ഫലമാണ് വരാനുള്ളത്. 11 വാർഡുകളുടെ ഫലം വരാനിരിക്കെ 48ലേക്ക് NDA ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇനി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വരുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും ഇതാ അവിടെ NDA വരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇതാ നേതാക്കൾ നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ കേരളത്തിൽ 2010 ആവർത്തിക്കുന്നു. ഇതാ കേരളത്തിൽ UDF തരംഗം കൈപിടിച്ച